ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷകർക്ക് നിരാശ നൽകി ഏലക്ക വില താഴേക്ക്.
പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കൂട്ടാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. എല്ലാ മേഖലയ്ക്കും പരിഗണന നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കർഷകർക്ക് നിരാശ നൽകി ഏലക്ക വില താഴേക്ക്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 800 രൂപയോളമാണ് ഏലക്കായ്ക്ക് വിലയിടിഞ്ഞത്. വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്കായ സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട്. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനവും ഉയർന്ന ചൂടും ഏലക്ക ഉൽപാദനത്തിലും കൃഷിയിലും വ്യാപകമായ കുറവുണ്ടായിട്ടും ദിവസമെന്നോണം മാർക്കറ്റിൽ ഏലക്ക വില താഴുകയാണ്. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വിലയിടിക്കുന്നതാണെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു. വിളവ് ഗണ്യമായി കുറഞ്ഞിട്ടും ലേലകേന്ദ്രങ്ങളിൽ ലേലത്തിനെത്തിക്കുന്ന ഏലക്കായ്ക്ക് കുറവ് വന്നിട്ടില്ല. ലേലകേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്തി ലഭ്യത ഉയർത്തിക്കാട്ടിയും ഗുണനിലവാരം കുറഞ്ഞ കായ പതിച്ചും വിലയിടിക്കുന്ന തന്ത്രമാണ് വൻകിട വ്യാപാരികളും ഓപ്ഷൻ കേന്ദ്രങ്ങളും ചേർന്ന് നടത്തുന്നതെന്നാണ് ആരോപണം. വിപണനവും ലേലവും നിയന്ത്രിക്കേണ്ട സ്പൈസസ് ബോർഡ് വിഷയത്തിൽ ഇടപെടാതെ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. കിലോയ്ക്ക് 3200 രൂപ വിലയുണ്ടായിരുന്ന ഏലക്കായ്ക്ക് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 800 രൂപയോളം കുറഞ്ഞ് 2400 രൂപയ്ക്കാണ് ശരാശരി കച്ചവടം നടക്കുന്നത്. വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്കായ സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട്. വില വലിയ തോതിൽ ഉയർന്ന ശേഷം വിലയിടിയുമ്പോൾ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് ഏലക്കായ വിൽക്കാൻ നിർബന്ധിതരാകും. സാധാരണ കർഷകരുടെ സ്റ്റോക്ക് വൻകിടക്കാരുടെ പക്കൽ എത്തിക്കഴിയുമ്പോൾ വില വീണ്ടും ഉയർത്തി വൻകിടക്കാർ വൻ ലാഭമുണ്ടാക്കുന്ന രീതിയാണ് കാലങ്ങളായി നടന്നുവരുന്നത്. ഇതിൽ സ്പൈസസ് ബോർഡിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പൂട്ടാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. മൂന്നാർ ടൗണിൽ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ചയാളിൽ നിന്നും 50,000 രൂപ പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വൻ വിജയമായിരുന്നു. 55 ടണ്ണോളം മാലിന്യമാണ് പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ ശേഖരിച്ചത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. പഞ്ചായത്തിന് പുറമെ വിവിധ വകുപ്പുകളും സേനാ വിഭാഗങ്ങളും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യാപാരികളും മെഗാ ക്ലീനപ്പ് ഡ്രൈവിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പൂട്ടാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ടു പോകുന്നത്. മൂന്നാർ ടൗണിൽ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ചയാളിൽ നിന്നും 50,000 രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. നമ്മൾ ക്ലീനപ്പ് ചെയ്ത പല സ്ഥലങ്ങളിലും അലക്ഷ്യമായ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ ക്യാമറയിൽ തന്നെ അത് പതിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പഞ്ചായത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആ തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ പോസ്റ്റ് ഓഫീസ് ക്വാർട്ടേഴ്സിൽ നിന്നും മാലിന്യം വലിച്ചെറിഞ്ഞ ഒരു വനിതയെ കണ്ടെത്തുകയുണ്ടായി. അവർക്ക് നമ്മൾ 50,000 രൂപ പിഴ ചുമത്തുകയും നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പഞ്ചായത്തിന് ക്യാമറ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി ശ്രദ്ധിക്കണം. ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കർശനമായ പിഴ ഈടാക്കുന്നതും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതിനുള്ള പ്രവർത്തനത്തിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴകൾ, പുഴയോരങ്ങൾ, പാതയോരങ്ങൾ, പൊതുയിടങ്ങൾ തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നും പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാലിന്യം നീക്കം ചെയ്തിരുന്നു. 55 ടണ്ണോളം മാലിന്യമാണ് ഇത്തരത്തിൽ ശേഖരിക്കപ്പെട്ടത്. ഇതിൽ 40 ടണ്ണോളം മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു. ശുചീകരണം നടന്നതിന് പിന്നാലെ പാതയോരങ്ങളടക്കം വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത തുടരുന്നുണ്ട്. നിരീക്ഷണ ക്യാമറകളടക്കം സ്ഥാപിച്ച് ഇത്തരക്കാരെ കർശനമായി പൂട്ടാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. എല്ലാ മേഖലയ്ക്കും പരിഗണന നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റാണ്
നമ്മൾ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ ഒരു കുടിയേറ്റ ജില്ലയാണ്. കാർഷിക മേഖലയും വ്യവസായ മേഖലയും എല്ലാം ഇടചേർന്നുകൊണ്ട് ആദിവാസി കോളനികളും മറ്റ് തമിഴ് മേഖലകളുമൊക്കെ ഇടകലർന്നിട്ടുള്ള ഒരു മലയോര ജില്ല കൂടിയാണ് ഇടുക്കി. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് വലിയ നിരവധി വെല്ലുവിളികൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്ന് കർഷകരെ സംബന്ധിച്ചുള്ള വന്യജീവി ആക്രമണങ്ങളും സാധാരണ ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വന്യജീവി ആക്രമണങ്ങളും അടക്കം ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകതകളുമൊക്കെയാണ് നമ്മുടെ ജില്ല ഇപ്പോൾ അല്ലെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഭരണസമിതി ചർച്ച ചെയ്യുകയും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്തതിന് പ്രകാരം ജില്ലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സോളാർ ഫെൻസിങ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഭരണസമിതിയിലെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ബഡ്ജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും വനം വകുപ്പുമായി ചേർന്ന് ഇത് നടപ്പാക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി പ്രവർത്തനം നടത്താനാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. പന്നിയാറുകുട്ടിയിൽ വീടിന്റെ പൂട്ട് പൊളിച്ച് 8 ലക്ഷം രൂപ മോഷ്ടിച്ചതായി പരാതി. കഴിഞ്ഞ 19-ന് ഉച്ച കഴിഞ്ഞ് 2:30-നോടെയാണ് മോഷണം നടത്തിയത്. രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തി. പന്നിയാറുകുട്ടിയിൽ വീടിന്റെ പൂട്ടുപൊളിച്ച് 8 ലക്ഷം രൂപ മോഷ്ടിച്ചതായാണ് പരാതി. കഴിഞ്ഞ 19-ാം തീയതി ഉച്ചകഴിഞ്ഞ 2:30-ഓടെയാണ് മോഷണം നടന്നിട്ടുള്ളതായി തെളിഞ്ഞിരിക്കുന്നത്. പന്നിയാറുകുട്ടി അമ്പലക്കുന്ന് ഭാഗത്ത് തെക്കേത്തിൽ സജീവിന്റെ വീടിന്റെ പിൻഭാഗത്തെ വാതിലിന്റെ താഴ് തകർത്ത ശേഷമാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. വീട്ടിനുള്ളിലെ മേശയ്ക്കുള്ളിൽ നിന്നും അലമാരയുടെ താക്കോലെടുത്ത് അലമാര തുറന്ന് പണം എടുത്ത ശേഷം തിരികെ താക്കോൽ മേശയിൽ വച്ച ശേഷമാണ് പ്രതി പുറത്തുപോയത്. വീട്ടിൽ CC ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന വിവരം അറിയാവുന്ന പ്രതി ക്യാമറയുടെ ദിശ മാറ്റിവെച്ച ശേഷമാണ് കൃത്യം നടത്തിയിട്ടുള്ളത്. വീടിനെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും വ്യക്തമായ നിശ്ചയമുള്ള ആളാകാം പ്രതിയെന്നാണ് വീട്ടുടമ പറയുന്നത്. 19-ാം തീയതി എൻ്റെ വീട്ടിൽ പകല് 2:30യോടുകൂടി ഒരു മോഷണം നടന്നു. ഞാൻ 2 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നു. 2:30യോടുകൂടി കള്ളനെ പെരയ്ക്കകത്ത് താഴ് തകർത്ത് കയറുകയും അതുപോലെ തന്നെ എൻ്റെ 8 ലക്ഷം രൂപ മോഷിച്ചുകൊണ്ട് പോവുകയും ഭാര്യയെ തേലക്കാട്ടിൽ പറമ്പ് തൊഴിലാളിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ പോയ സമയമാണ്. ആ സമയത്ത് 8 ലക്ഷം രൂപ ഇവൻ കൂട്ട് തകർത്ത് എടുത്തുകൊണ്ട് പോയി കള്ളനെ. NR-സിറ്റിയിൽ ഏലത്തോട്ടം തൊഴിലാളിയായ ഭാര്യ സ്നേഹയെ വിളിക്കാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം പന്നിയാറുകുട്ടിക്ക് ജീപ്പുമായി പോകുന്ന വിവരം വ്യക്തമായി അറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് സജീവ പോലീസിനോട് പറഞ്ഞിരുന്നു. ബുധനാഴ്ച സജീവ് വീട്ടിൽ നിന്ന് പോയി 15 മിനിറ്റിനുള്ളിൽ പ്രതി മോഷണത്തിനായി പിൻഭാഗത്തുകൂടി വീട്ടിലെത്തിയാണ് മോഷണം നടത്തിയിട്ടുള്ളതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സജീവും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത്. മകൻ 2 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. കേരള ബാങ്കിൽ കുടിശ്ശികയുള്ള വായ്പാ തുക തിരിച്ചടയ്ക്കുവാനായി സ്വരൂപിച്ചു വച്ച തുകയാണ് പ്രതി മോഷ്ടിച്ചത്. പരാതിയെ തുടർന്ന് രാജാക്കാട് പോലീസ് ഇൻസ്പെക്ടർ V. വിനോദ് കുമാർ, SI സജി എൻ പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്ത മൊഴി രേഖപ്പെടുത്തി. ഇടുക്കിയിൽ നിന്നും പോലീസ് നായയും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പന്നിയാറുകുട്ടി മേഖലയിൽ അടുത്ത നാളുകളായി ഉണക്കാനിട്ടിരുന്ന കുരുമുളക് ഉൾപ്പെടെ മോഷണം പോയതായും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. മരം വീണ് ടിമ്പർ തൊഴിലാളി മരിച്ചു. അണക്കര ചെല്ലാർകോവിൽ സ്വദേശിയായ പുളിക്കൽ സുബീഷ് ആന്റണിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9:30-ന് രാജകുമാരി ഇടമറ്റത്ത് പുരയിടത്തിൽ മരം മുറിക്കുന്നതിനിടെ മരം ദേഹത്ത് വീണാണ് മരിച്ചത്. മരം വീണ് ടിമ്പർ തൊഴിലാളി മരിച്ചു. അണക്കര ചെല്ലാർകോവിൽ സ്വദേശിയായ പുളിക്കൽ സുബീഷ് ആന്റണിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30-ന് രാജകുമാരി ഇടമറ്റത്ത് പുരയിടത്തിൽ മരം മുറിക്കുന്നതിനിടെ മരം ദേഹത്ത് വീണാണ് മരിച്ചത്. തലയ്ക്ക് ഒടിഞ്ഞുപോയ കരുണമരം മുറിക്കുമ്പോൾ ഏലത്തിനിടയിലൂടെ നടന്നു വരികയായിരുന്ന ബിനീഷിന്റെ ദേഹത്തേക്ക് മരം വീഴുകയായിരുന്നു. തലയുടെ ഇടതുവശത്തിന് ഗുരുതര പരിക്കേറ്റ ബിനീഷിനെ കൂടെയുണ്ടായിരുന്ന സഹോദരനും മറ്റു തൊഴിലാളികളും ചേർന്ന രാജാക്കാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. രാജാക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 2 വർഷമായി മാങ്ങാത്തൊട്ടിയിലാണ് താമസം. സിറ്റി വിഷൻ, രാജാക്കാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി 7-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും പഴയകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. അടിവാരം ജോയി കന്യാകുഴിയുടെ വസതിയിൽ വെച്ച് നടന്ന കുടുംബസംഗമം KPCC മെമ്പർ R. ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി 7ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും പഴയകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. അടിവാരം ജോയി നാരുകുഴിയുടെ വസതിയിൽ വെച്ച് നടന്ന കുടുംബസംഗമം KPCC മെമ്പർ R. ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. 75 വർഷമായപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഭരണത്തിൽ വന്നു. മറിച്ച് 200 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ച് നമ്മുടെ സമ്പത്ത് മുഴുവനും വിദേശത്ത് കൊണ്ടുപോയി അവർ വലിയ സമ്പന്നരാകുകയും യാതൊന്നുമില്ലാത്ത ദരിദ്ര നാരായണന്മാർ ഒരു സ്വന്തമായ ഒരു മുട്ടോസൂചി പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത നിലയിൽ സാമ്പത്തികമായി എല്ലാ നിലയിലും അധപ്പതിച്ച ഒരു രാജ്യമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും നമുക്ക് ഏൽപ്പിച്ചിട്ട് അവർ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഏൽപ്പിച്ചിട്ട് രാജ്യം വിട്ടുപോയി. 7ാം വാർഡ് പ്രസിഡന്റ് ജോയി നാരുകുഴിയിൽ അധ്യക്ഷത നിർവഹിച്ചു. തുടർന്ന് ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരായ KP ഗോപിദാസ്, ശിവൻ ചിറക്കൽ, തോമസ് പെരിയക്കോട്ടിൽ, ഏലിയാമ്മ തോട്ടിങ്കൽ എന്നിവരെ ആദരിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, DCC വൈസ് പ്രസിഡന്റ് അരുൺ KS, കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ, ബെന്നി പാലാക്കാട്, KP ഗോപിദാസ്, ലിജോ മുണ്ടപ്ലാക്കൽ, ജോയി തമ്പുഴ, കിങ്ങണി രാജേന്ദ്രൻ, സിനി മൂലൻകുഴിയിൽ, ലോമിനി ജോണി, ജേക്കബ് മച്ചാനിക്കൽ, ദേവസ്യ തമ്പുഴ, അർജുൻ ഷിജു, അംബിക ഷാജി, ബിജു കുട്ടുപുഴ, സിജു മങ്കുഴിയിൽ, ബാബു കൊച്ചുപുര, അജി കാട്ടുമന, ഓമന ബാബുലാൽ, സുഗതപ്പൻ സാർ, ഇന്ദിര സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനി ഒരു ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ
കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. ഓഫർ തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനെ ഒരു ദിവസത്തേക്ക് തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 6 കേസുകളിൽ ഇളംദേശം സീഡ് സൊസൈറ്റിയുടെ പരാതിയിലാണ് അനന്തുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തൊടുപുഴ മുട്ടം CJM കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസായതിനാൽ പോലീസ് കസ്റ്റഡിയെ അനന്തുവിന്റെ അഭിഭാഷകൻ എതിർത്തു. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തയ്യാറാണെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും കോടതിയെ അറിയിച്ച അനന്തു രാഷ്ട്രീയക്കാരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതിനാൽ പോലീസും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കുമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും പറഞ്ഞു. കേസിൽ ആനന്ദകുമാർ കുടുങ്ങുമെന്നും അനന്തു കൃഷ്ണൻ സൂചിപ്പിച്ചു. അദ്ദേഹം NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ ആയിരുന്നല്ലോ. അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി ആയതിനാൽ അദ്ദേഹം അതിനകത്ത് വന്നിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും തൊടുപുഴ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് അതിനകത്ത് ഭയമുണ്ട്. കാരണം ജില്ലയിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേരുകൾ പുറത്തു വന്നിരുന്നു. തൊടുപുഴ സ്റ്റേഷനിലെ വിവിധ പോലീസുകാർ ഇതിനോടകം ഫോർമൽ അറസ്റ്റുമായി വന്നിരുന്ന സമയത്ത് പോലും എനിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അത് രഹസ്യമൊഴിയിൽ കോടതി മുമ്പാകെ പറയാൻ ഞാൻ തയ്യാറാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ സ്റ്റേഷൻ കാണിക്കുന്ന തിടുക്കം അതിനെ സംബന്ധിച്ച് ഈ ജില്ലയെ സംബന്ധിക്കുന്ന ഒരു കേസായതിനാൽ എനിക്ക് അതിനകത്ത് ആക്ഷേപമുണ്ട്. അത് ഞാൻ കോടതിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിക്കുഴി പോലീസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടയിൽ 349 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. കഞ്ഞിക്കുഴി കീരിത്തോട് പകുതിപ്പാലം നിവാസി അനൂപ് AA ആണ് പിടിയിലായത്. പോലീസിനെ കണ്ട് കാട്ടിലൂടെ ഓടിയ പ്രതിയെ കഞ്ഞിക്കുഴി പോലീസ് സബ് ഇൻസ്പെക്ടർ താജുദ്ദീൻ അഹമ്മദ്, സബ് ഇൻസ്പെക്ടർ സജി PS, സിവിൽ പോലീസ് ഓഫീസർ രാജീവ് M, ബാവാസ് ബഷീർ എന്നിവർ ചേർന്ന് പിടികൂടുകയായിരുന്നു. പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന 2 കവറുകളിലായി 349 ഗ്രാം കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടെത്തി. ചുറ്റുപാടുകളിൽ നടക്കുന്ന ലഹരി വസ്തുക്കളുടെ കച്ചവടങ്ങളോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിന്റെ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക. ഇത്തരത്തിൽ സന്ദേശം അറിയിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കും. കൂടാതെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ ജില്ലാ നർക്കോട്ടിക് സെല്ലിന്റെ നമ്പറിലും അറിയിക്കാവുന്നതാണ്. സിറ്റി വിഷൻ, അടിമാലി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സാന്റോ അടിമാലി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കള്ള ടാക്സികൾക്കും നിയമവിരുദ്ധമായി നൽകുന്ന റെന്റ് കാറുകൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സാന്റോ അടിമാലി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായത് ഒരു വശത്ത് കള്ള ടാക്സികൾ ദിനംതോറും പെരുകുന്നു, അനധികൃതമായി റെന്റ് കാറുകൾ ഓടുന്നു. ഇപ്പോൾ മൂന്നാർ പോലെയുള്ള ടൂറിസ്റ്റ് മേഖലയിൽ റെന്റ് ബൈക്കുകൾ 5-6 വണ്ടികൾ മേടിച്ചിട്ടിട്ട് അത് റെന്റിന് കൊടുക്കുന്ന ഒരു പ്രവണത. അതുപോലെ തന്നെ നിയമപരമല്ലാത്ത രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന യൂബർ, ഓലെ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അതെല്ലാം ഒരു വശത്ത്. മറുവശത്ത് ഈ പ്രസ്ഥാനത്തിനെ തകർക്കുന്ന, ഈ പ്രസ്ഥാനത്തിനെ മുച്ചൂടും മുടിപ്പിക്കുന്ന സർക്കാരിന്റെ കുറെ നിലപാടുകൾ. പ്രതിഷേധ ധർണയ്ക്ക് മുന്നോടിയായി നടന്ന പ്രതിഷേധ മാർച്ച് സംഘടന സംസ്ഥാന സമിതി അംഗം അനിൽ ആനച്ചാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. മാർച്ച് ജോയിന്റ് RTO ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. ജില്ലാ സെക്രട്ടറി ജോൺ ആനച്ചാൽ അധ്യക്ഷത വഹിച്ചു. റോയി കല്ലാർ, ബിജു അടിമാലി, ബിനു ചേറ്റുകുഴി, ജോൺസൺ അടിമാലി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകർക്ക് നിരാശ നൽകി ഏലക്ക വില താഴേക്ക്. പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പൂട്ടാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. എല്ലാ മേഖലയ്ക്കും പരിഗണന നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.